വേഗം വരുന്നവനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയ പ്രത്യാശയോടെ വീണ്ടും ഈ ദിനമായിരിക്കാം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ളൊരു ഗോപുരമാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമാണെങ്കിൽ ഈ വചനപ്രകാരം യഹോവയുടെ നാമത്തെ നാം ഉച്ചരിക്കുമ്പോൾ അതൊരു ബലമുള്ള ഗോപുരമായി. ഗോപുരത്തിന്റെ പ്രത്യേകത ഉയർന്നു നിൽക്കുന്നതാണ്. ഗോപുരം ദൂരെ നിന്ന് കാണുവാൻ കഴിയും. അപ്രകാരം ഉയർന്നിരിക്കുന്നതും ബലവുമായ ഒരു നാമമാണ് നമ്മുടെ കർത്താവിന്റെ നാമം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ നാമം ആ ബലമുള്ള ഗോപുരത്തിൽ ഒരു ഭക്തൻ കടന്നു ചെല്ലുമ്പോൾ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ കടന്നു ചെല്ലുമ്പോൾ അഭയം കൊടുക്കുന്ന സർവശക്തനായ ദൈവം. ബലത്തോടെ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. ഞാൻ അഭയം പ്രാപിക്കുന്ന, എന്റെ ഗോപുരമായിരിക്കുന്ന എന്റെ വലിയ ദൈവം എന്റെ കരം പിടിച്ച് വീണ്ടും നടത്തുവാൻ ശക്തനാകിയാൽ ആ വലിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മെ വിട്ടുകൊടുക്കട്ടെ. തീർച്ചയായും അവൻ നമ്മെ അനുഗ്രഹിക്കും. ആ ബലമുള്ള ഗോപുരത്തിൽ അഭയം പ്രാപിക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.